ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് റേക്കി പഠിക്കുന്ന എല്ലാവരും റേക്കി ചാനൽസ് ആവുന്നില്ല, റേക്കി പഠിപ്പിക്കുന്ന എല്ലാവരും റേക്കി ഗുരുക്കന്മാരും ആകുന്നില്ല. അത് നമസ്കാരം. നമസ്തേ. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിരഞ്ജന മാമാണ്. നിരഞ്ജന മാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കാണുന്ന ആളെ പോലെ തന്നെ വളരെ സ്വീറ്റാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. മലയാളിയാണ്. അപ്പം മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് ഹോളിസ്റ്റിക് ഹീലിംഗിലേക്ക് മാറിയത്. അപ്പം IPHM അല്ലേ, അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ഉള്ള ഒരു കാര്യം കിട്ടുക, UK ബേസ്ഡ് ആണ് അല്ലേ, കിട്ടിയിരുന്നു. അനേകം പേരിലേക്ക് ഹീലിംഗ് എത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് അങ്ങനെ ഒരു കാര്യം കിട്ടിയത് അല്ലേ. അപ്പം അതിനെപ്പറ്റി പറയാനുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ആദ്യം റേക്കി ഹീലിംഗിലാണ് തുടങ്ങിയത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുകയും ഹീലിംഗിലേക്ക് കടന്നു. അതിനുശേഷം ടാരോ റീഡിങ്, പിന്നെ എനിക്ക് തോന്നുന്നു വേദിക് ന്യൂമറോളജി, പിന്നെ ക്രിസ്റ്റൽ ഹീലിംഗ്, അങ്ങനെ അനേകം മേഖലയിലേക്ക് വന്നു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മാമിന് ഷെയർ ചെയ്യാനുണ്ട്. അതായത് എനിക്കൊരു 2-3 വർഷം മുമ്പായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തത്. അന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പം റേക്കി ഹീലിംഗ് ശരിക്കും എങ്ങനെയാണ് ജീവിതം മാറ്റിയത്, പിന്നെ ഈ IPHM എന്ന് പറഞ്ഞ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ കാര്യം, അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയാമോ? ഓക്കെ, ഞാനിപ്പം അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലിംഗ് ഇത് ചെയ്തിട്ട് ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫ് കോച്ചായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. റേക്കിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരു കാര്യം. കാരണം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ വന്നപ്പോൾ റേക്കിയാണ് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. വേദശ്രുതി ഇൻ്റർനാഷണൽസ് അതിന് ശേഷമാണ് ഞാൻ ഇത് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോയിരുന്നൊരു സമയത്ത് റേക്കി എൻ്റെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. റേക്കി എന്താണെന്നോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പല ഇൻ്റർവ്യൂസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു മെഡിക്കൽ കണ്ടീഷനിൽ നിന്ന സമയത്താണ് റേക്കി എന്നിലേക്ക് വരുന്നത്. വളരെ മിറാക്കിൾസ് സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ചായി. എനിക്ക് ആദ്യം പറ്റിയത് നോ പറയാനായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തൊരു സിറ്റുവേഷനിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തും അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാത്തിനും വറീസായിരുന്നു. ആൻസൈറ്റി, ഡിപ്രഷൻ ഭയങ്കരമായിരുന്നു. ഒരു ട്രോമ സ്റ്റേജ് ആയിരുന്നു ആ ടൈമിൽ. പക്ഷേ അതിൽ നിന്നെല്ലാം പതുക്കെ മാറ്റങ്ങൾ വന്നു. പിന്നെ ഞാൻ റേക്കി പഠിച്ചു. 4 മാസ്റ്റേഴ്സിൽ നിന്ന് റേക്കി പഠിച്ചു. റേക്കിക്ക് ശേഷമാണ് ടാരോയിലേക്ക് എത്തുന്നത്. അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടാരോയിലേക്ക് എത്തുന്നു. ടാരോയിൽ പിന്നെ ഞാൻ മാസ്റ്റർ ടീച്ചറായി, റേക്കിയിൽ മാസ്റ്റർ ടീച്ചറായി, റേക്കിയിൽ ടീച്ചറായി. 2023 ടീച്ചർഷിപ്പ് എടുത്തു. പിന്നെ മാസ്റ്റർ ഇതായി. അതിനുശേഷം 2025 എനിക്ക് IPHM അക്രഡിറ്റേഷൻ കിട്ടുന്നത്. IPHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ. അത് UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റഡ് ബോർഡാണ്. അവരെന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് ഹോളിസ്റ്റിക് ആയിട്ടുള്ളതും മറ്റുള്ള കോംപ്ലിമെൻ്ററി ഹീലിംഗ് തെറാപ്പീസ് ഉണ്ടല്ലോ, നാച്ചുറൽ ആൻഡ് കോംപ്ലിമെൻ്ററി ഹീലിംഗ് തെറാപ്പീസ്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ബോഡിയാണത്. അപ്പോൾ അതിൽ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ, എന്നെ സംബന്ധിച്ച് വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. IPHM ഇപ്പം ഞാൻ ചെയ്യുന്ന 5 സബ്ജക്റ്റുകൾക്ക് ഇപ്പം നിലവിൽ സൗത്ത് ഇന്ത്യയിൽ IPHM ഉള്ളത് എനിക്കാണ്. അപ്പോൾ അവരുടെ ട്രെയിനിങ് പ്രൊവൈഡർ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം എന്നുള്ള, അങ്ങനെയാണ് ഞാൻ വേദശ്രുതി ഇൻ്റർനാഷണൽസ് അതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അങ്ങനെ അത് രജിസ്റ്റേർഡ് ആയി അവിടെ. അതിനുശേഷം സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ. ടാരോ ഉണ്ട്, അതിനകത്ത് ടാരോ മാസ്റ്റർ കോഴ്സ് ഉണ്ട്, റേക്കിയുടെ എല്ലാ കോഴ്സുകളും ഉണ്ട്, ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പി ഉണ്ട്, പിന്നെ വേദിക് വാസ്തു, വേദിക് ന്യൂമറോളജി, അങ്ങനെ 5 സബ്ജക്റ്റ് ഉണ്ടല്ലേ. വാസ്തു പഠിപ്പിച്ചു തുടങ്ങിയില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ ഇതും ചെയ്തിട്ടുണ്ട്. എനിക്ക് IPHM അക്രഡിറ്റേഷൻ അതിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ്. റേക്കി പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹീലിംഗിനേക്കാളും കൂടുതൽ ഇപ്പോൾ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നമ്മൾ ഹീല് ചെയ്ത് അവരെ ഒന്ന് സ്റ്റേബിൾ ആക്കി, ചിലപ്പോൾ ഭയങ്കര ആൻസൈറ്റി അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രോബ്ലത്തിൽ വരുമ്പം അല്ലെങ്കിൽ മനസ്സ് ഇരുത്തി ഒന്ന് പഠിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹീലിംഗ് ഒന്ന് എടുത്ത് അവരുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആക്കിയിട്ടാണ് കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ബേസിക്കലി എല്ലാവരോടും പറയുന്നത് പഠിക്കുന്നതാണ് നല്ലത്. അത് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ ഹീൽ ചെയ്യാം,
നമുക്ക് ഹീൽ ചെയ്യാം. അതൊരു ഞാൻ പറഞ്ഞില്ല ലൈഫ് ചേഞ്ചിങ് ടൂളാണ്. പലരും റേക്കിയെക്കുറിച്ച് പറയുന്നത് തന്നെ തെറ്റായ ഒരുപാട് ധാരണകൾ റേക്കിയെ കുറിച്ചിട്ടുണ്ട്. സ്പിരിച്വലായിട്ടാണെങ്കിൽ പോലും തെറ്റ. ശരിക്കും റേക്കി എന്ന് പറഞ്ഞൊരു കോംപ്ലിമെൻ്ററി ഹീലിംഗ് തെറാപ്പിയാണ്. ഹോളിസ്റ്റിക് ആണ്, അതൊരു തെറാപ്പിയാണ്. അപ്പോൾ അത് പഠിച്ച് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അല്ലാതെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഹീലിംഗ് ആണ്. രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഹീലിംഗ് സ്ഥിരമായിട്ട് എടുക്കുന്നവർ ഒരു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ വിളിച്ച് ഹീലിംഗ് എടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഹീല് പഠിപ്പിക്കുന്നതിനും നമ്മളൊരു വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അതാണ്. അതല്ലാതെ ഹീല് ചെയ്യുന്നവർക്കാണെങ്കിലും ചില മാസ്റ്റേഴ്സ് ഹീലിംഗ് സജസ്റ്റ് ചെയ്യാറില്ല, പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കർമ്മ ക്ലിയർ ചെയ്യാൻ അവരെ സഹായിക്കുന്നതല്ലേ. അപ്പോൾ ഈ ഹീൽ ചെയ്യുന്നവർക്കും ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ചില ആൾക്കാർ പറയും ഹീൽ ചെയ്യേണ്ട, പഠിച്ചാൽ മതി എന്നും പറയുന്നവരുണ്ട്. പക്ഷേ രണ്ടും ഓക്കെയാണ്. അവരുടെ സിറ്റുവേഷൻ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഗൈഡ് ചെയ്യുന്നത്. അവർ പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ഹീലിംഗ് ആണോ നോക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കമ്പൈൻ ചെയ്തിട്ടാണോ ഈ ക്രിസ്റ്റൽ ഹീലിംഗ് കൂടെ വരുന്നത്? വെച്ചാൽ റേക്കി ഇപ്പോൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞല്ലോ പ്രൊട്ടക്ഷൻ വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണോ ഈ ക്രിസ്റ്റൽസ് നമ്മളെ സഹായിക്കുന്നത്? ക്രിസ്റ്റൽസ് ധരിക്കുക കയ്യിലും കഴുത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാവാതിരിക്കും അല്ലേ? അപ്പോൾ അത് ധരിക്കണമെങ്കിലും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, മാം ഈ ധരിച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് ഒറിജിനലാണോ, ഇതെങ്ങനെയാണ് ഒറിജിനലാണെന്ന് കണ്ടുപിടിക്കുക, എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുക, ഏതെങ്കിലും വാങ്ങിച്ചിട്ടാൽ മതിയോ എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്സിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചിട്ടാൽ മതിയോ, അതോ എന്തെങ്കിലും റേക്കി എനർജി കൊടുത്ത് അതിനെ നമുക്ക് എനർജൈസ് ചെയ്യണോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത്? അത് ക്രിസ്റ്റൽസ് വാങ്ങിക്കുന്ന ആൾക്കാർ കുറച്ചധികം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പം സർട്ടിഫിക്കറ്റ്സ്, ഇപ്പം കൂടുതൽ ആൾക്കാർ പറയുന്നത് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റിൽ പോലും കള്ളത്തരങ്ങളുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസിനകത്ത് ഗ്രേഡ് ഉണ്ട്. ഓരോ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. അത് കൂടുതലും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഇത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞിരുമ്പോൾ നാച്ചുറൽ ആയിരിക്കും, പക്ഷേ ഏറ്റവും ലോ ഗ്രേഡിലുള്ളതായിരിക്കും ഒന്ന്. പിന്നെന്ന് പറയുന്നത് നാച്ചുറൽ ആണെന്ന് ഉറപ്പ് വരുത്താനെ കൊണ്ട് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്. പിന്നെ അത് ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പീസ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് കൂടുതൽ എളുപ്പമാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇപ്പോൾ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയും അത് എടുക്കുമ്പോൾ കയ്യിൽ നല്ല വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നല്ലൊരു കൂളിംഗ് എനർജി നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഒരു കൂളിംഗ് എനർജി ഉണ്ടായിരിക്കും. ഇതൊന്നും കൂടാതെ നമ്മൾ ധരിച്ചൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് ഇട്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു മാറ്റം വരുന്നതെന്ന് നോക്കുക. നല്ലതാണെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോയി, ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഈ ലാബ് ഗ്രോൺ ഉണ്ട്, ഇതേ സെയിം ഉള്ളത്. അപ്പോൾ ലാബ് ഗ്രോൺ ഒന്നും അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അത് തിരിച്ചറിയാനും പറ്റില്ല. അതാണ് ഏറ്റവും ഇത് സെയിം ആണ്, ഫൈബറിൻ്റെതും ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇത് വലിയ ഏറ്റവും കൂടുതൽ വെച്ചാൽ വ്യാജനാണ് വരുന്നത്. ഞാൻ ഇതിലൊരു ഇത് പറഞ്ഞാൽ, ഞാൻ ഒരു ട്രാവൽ ചെയ്ത സമയത്ത് ക്രിസ്റ്റൽസൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ക്രിസ്റ്റൽ ഷോപ്പ് കണ്ടിട്ട് ഞാൻ അവിടെ കയറി ഒരു ക്രിസ്റ്റൽ ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് ഒരു ക്രിസ്റ്റൽ എടുത്ത് തന്നു. അപ്പം ഞാനതെടുത്ത് കയ്യിലെടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഒറിജിനൽ നാച്ചുറൽ അല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് നാച്ചുറൽ അല്ല, എനിക്ക് ഒറിജിനൽ. അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാച്ചുറൽ ക്രിസ്റ്റലാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണ്ട, ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അല്ല മാം ഇത് ഒറിജിനലാണ് മാം നോക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ക്രിസ്റ്റൽ ആണെന്നോ എൻ്റെ ദേഹത്തൊന്നും കണ്ടാലും അറിയത്തില്ല അവർക്ക്. ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ക്രിസ്റ്റൽസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് എൻ്റെ ഒരു ടൈഗർ ഐയുടെ ക്രിസ്റ്റൽ എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ തരാം ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തു കൊടുത്തു. അപ്പോൾ കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് സെൻസ് ചെയ്തു. ഒന്ന് ഫസ്റ്റ് എനർജി സെൻസ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഒരാളാണല്ലോ, അല്ലെ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ച ഒരാളാണ്, എനർജി സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കയ്യിലെടുത്തപ്പോൾ തന്നെ അതിനൊരു നമ്മൾ പറയത്തില്ല നേച്ചറിൽ നിന്ന് നമ്മളൊരു ജലം എടുത്തു, മീൻസ് വെള്ളം ഈ ചെറിയ അരുവിയിൽ നിന്ന് കുടിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു ഫ്രഷ്നെസ്, ഒരു സ്വീറ്റ് ഫീൽ ഉണ്ടാകുമല്ലോ, അത് വെള്ളത്തിനുണ്ട്. അതെന്തുകൊണ്ടാണ്? നേച്ചറിലാണ്. സെയിം അതേപോലെ തന്നെ നമ്മൾ ക്ലോറിൻ്റെ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതാണെന്ന്. അതേപോലെ തന്നെ ക്രിസ്റ്റൽ എടുത്ത് കൈ വയ്ക്കുമ്പോൾ നമ്മൾ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത് കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു ഇത് അതല്ലാന്ന് ഞാൻ അങ്ങോട്ട് ആർഗ്യൂ ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന എടുത്ത് കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്നേരമാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞത് മാം ഓക്കെ ഇതിൻ്റെ 3-4 ഇതുണ്ട്, വേരിയൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് ഏറ്റവും ടോപ്പ് എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത്
പ്യുവർ ഒറിജിനലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്തു, എൻ്റെ പേരിലുള്ള വെബ്സൈറ്റ്. അപ്പോൾ അതിനാണ് അതിനകത്ത് ഇവർ ഇതെൻ്റെ ഫുൾ പ്രൊഫൈൽ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പിസ്റ്റാണ്, ഞാൻ റേക്കി ടീച്ചറാണ്. സോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്നു. സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് പറ്റണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ എപ്പോഴും നമുക്ക് വേണം. ഇപ്പം ഞാൻ DHSCയിലെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. DHSCയുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ആ ക്രിസ്റ്റൽ ബ്രേക്ക് ചെയ്യണമെന്ന് പറയും, നോക്കി ചെയ്യണമെന്ന്. അങ്ങനെയാണ് അവരെല്ലാം വെറുതെ തരത്തില്ല. അതൊന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ബേസിക്കലി ഞാൻ ക്രിസ്റ്റൽസ് അന്ന് ആദ്യമായിട്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, നമ്മളിവിടെ ക്രിസ്റ്റൽ ചെയ്തില്ലേ, അന്ന് ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നു. അതിലൊരു കുഞ്ഞ് 2 ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞിരുന്നു, ഫിനാൻഷ്യൽ ബ്ലോക്കും യെല്ലോയും ഒരു പച്ച ഏത് സ്റ്റോണ്, അതായത് പിന്നെ സിട്രിനും ഗ്രീൻ അവഞ്ചുറിനും. അപ്പോൾ അതിൻ്റെ എൻക്വയറിക്ക് ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന സമയമായതുകൊണ്ട് അത് സിട്രിൻ, എൻ്റെ ബ്രേസ്ലെറ്റ് സിട്രിൻ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നെ സ്ഥിരം വിളിക്കുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളാണല്ലോ. കുഞ്ഞ് 2 സ്റ്റോൺസ് കൊണ്ടുവയ്ക്കുമ്പം നമ്മുടെ വലിയ ബ്ലോക്കുകളെല്ലാം മാറുന്നത്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ക്രിസ്റ്റൽസ് ധരിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഇന്നിട്ട് നാളെ 21 ദിവസം കഴിഞ്ഞ് അല്ലെ 90 ദിവസം കഴിഞ്ഞ് മാറ്റം വരുമെന്ന് അങ്ങനെയല്ല. അത് ഗ്രാജുവലിയാണ് ആ ബ്ലോക്ക് മാറുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. എനിക്ക് കോൾ വന്നു, ഒരു ലോട്ടറി അടിച്ചു, 5000 അടിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത 3 ലോട്ടറിക്ക് അടിച്ചില്ല എന്ന്. പിന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു പണയം വെച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവർ വർഷങ്ങളായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. പക്ഷെ അതേ ആൾക്ക് 5 പേര് സ്റ്റുഡൻസ് ആയിരുന്നവർ പിന്നെ 8 സ്റ്റുഡൻസിലേക്ക് വന്നു. 3 സ്റ്റുഡൻ്റ് അവിടെ കൂടി, പക്ഷെ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നില്ല. അങ്ങനെ ഇത് വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ വിചാരിച്ചു ചെറിയ 2 കല്ല് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ഇവരുടെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അവരെ എനർജി ചേഞ്ച് ചെയ്യണം. ഞാൻ പിന്നെ വിളിക്കുന്നവരോട് പറഞ്ഞു ഞാനത് കൊടുക്കുന്നില്ല, കാരണം നിങ്ങളല്ലാതെ കുറച്ചും കൂടി വർക്ക് ചെയ്യും. ഇപ്പോൾ ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞു വന്നത്, ക്രിസ്റ്റൽ മാത്രം ഇട്ടത് കൊണ്ടോ റേക്കി പഠിച്ചത് കൊണ്ടോ ഒന്നും ഒരാളുടെ പ്രോബ്ലംസ് പൂർണ്ണമായിട്ടും മാറുന്നില്ല. അതിനൊരു സമയവും കൊടുക്കണം, നല്ല പ്രാക്ടീസും നമ്മൾ വേണം, ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവാനുള്ള വഴികളും നമ്മൾ നോക്കണം. അതിൽ വർക്ക് ചെയ്യണം, നമ്മൾ നമ്മുടെ കർമ്മ ചെയ്യണം. ഒപ്പം തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റാണ് ചേച്ചി. അത് ഒരു എല്ലാ ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ കയ്യിൽ അതില്ല, എൻ്റെ കയ്യിൽ ഇതില്ല, ഇതിട്ടിട്ടും അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അതിട്ടിട്ടും അങ്ങനെ. എന്നാൽ ആ ഒരു ചെറിയ മാറ്റം എനിക്ക് ക്രിസ്റ്റൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്ത സമയത്ത് എനിക്ക് 500 രൂപയാണ് മാറ്റം സംഭവിച്ചത്. 500-ൽ നിന്നാണ് എൻ്റെ കൂടിയത്. ആ 500 രൂപയ്ക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആയിടത്താണ് പിന്നീട് എൻ്റെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, കംപ്ലൈനിങ് നിർത്തണം. അപ്പം ഞാൻ പറഞ്ഞത് ക്രിസ്റ്റലും ഇതൊക്കെ ഇടുന്നതെല്ലാം നല്ലതാണ്. നമ്മുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലോക്കുകളൊക്കെ മാറും. പക്ഷേ ഇന്നിട്ട് നാളെ റിസൾട്ട് വേണമെന്നല്ല, അതിനൊരു സമയം കൊടുക്കണം. പിന്നെ കൈ മാറി ഇടരുതെന്ന് ഞാൻ പറയും. ഒരാൾ യൂസ് ചെയ്തത് വേറൊരാളുടെ ഇടരുതെന്ന് പറയും. പിന്നെ പലപ്പോഴും നൂലിലായിരിക്കുമല്ലോ ഈ സ്റ്റോൺസ് ഉണ്ടാകുക. പിന്നെ അത് എപ്പോഴെങ്കിലും പൊട്ടിപ്പോയാൽ നമുക്കത് വെള്ളിയിലൊക്കെ ചെയ്യിച്ചിടാമോ? ആ വെള്ളി ചെയ്യാം. ഇപ്പം ഞാൻ ബേസിക്കലി ക്രിസ്റ്റൽസ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസിനും എൻ്റെ ക്ലയൻസിനും പ്രീ ബുക്കിംഗ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമ്മളത് വരുത്തിച്ചൊരു 20-25 ഡേയ്സ് എടുക്കും എനിക്കത് കിട്ടാൻ. പിന്നെ അത് ഞാൻ സർട്ടിഫിക്കേഷൻ അയക്കും. സർട്ടിഫിക്കേഷൻ അയച്ചത് നാച്ചുറൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് ചാർജ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു സമയം എടുക്കും. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ ഇൻ കേസ് അതൊന്ന് പൊട്ടിയാലും ഞാൻ പറയും ഒരു ഓവർ നൈറ്റ് ഉപ്പ് വെള്ളത്തിലിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഫോട്ടോ അയച്ചു തന്നാൽ മതി. ഞാൻ ആ സമയത്ത് റേക്കി ഇത് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്ത് കൊടുക്കും. എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന ക്ലയൻസിന് എപ്പോഴാണെങ്കിലും ഞാനത് ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ സിൽവറിൽ കെട്ടിച്ചിടാനാണെങ്കിലും പറയും. അവർ സ്വന്തമായിട്ടും അവർ ഇടയ്ക്കിടയ്ക്ക് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ? ഈ ബ്രേസ്ലെറ്റ് നമ്മൾ ചാർജ് ചെയ്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് കുഴപ്പമില്ല. അവരുടെ എനർജി ഇപ്പം നമ്മൾ എത്ര ഹീലിംഗ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എനർജി അതിനകത്തോട്ട് ഒബ്സർവ് ആവുമല്ലോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പം അത് വേറൊരാൾക്ക് കൈമാറി ഇടുവോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവോ എല്ലാം ചെയ്യുവാണെങ്കിൽ മാത്രം അവർ ഒന്ന് ക്ലെൻസ് ചെയ്താൽ മതി. പിന്നെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ എനർജൈസ്ഡ് ആയ ഒരു ക്രിസ്റ്റൽ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുൾ മൂൺ ഡേ ഒരു 3 days മൂൺ എനർജിയിൽ കാണിച്ച് ക്ലെൻസ് ചെയ്ത് ചാർജ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ജസ്റ്റ് ഇപ്പോൾ ടെറസിലൊക്കെ ആണെങ്കിൽ ഔട്ട് സൈഡ് ആ ലൈറ്റ് ഒന്ന് ഫുൾ മൂൺ ലൈറ്റ് ഒന്ന് കാണിച്ച് എടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഏത് സ്റ്റോൺ ആണെങ്കിലും നല്ലതാണ്. അങ്ങനെയാണ്. പെൻഡന്റ് ആണെങ്കിലും എന്തും ടാരോ കാർഡ്സ് ആണെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങളും നമുക്ക് വേണമെങ്കിലും ഫുൾ മൂണിന്റെ സമയത്ത് പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങളൊരു ഫുൾ മൂൺ ഡേയിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 days ഒരു 15 minutes ഫുൾ മൂൺ എനർജിയിൽ മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നാൽ മതി. അത് നോക്കിയിരിക്കുകയാണോ വേണ്ടത് അതോ നമ്മൾ കണ്ണടച്ച്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെറസിൻ്റെ മേളിലാണെങ്കിൽ അത് നമ്മൾ മേളിൽ കാണത്തക്ക രീതിയിൽ അതിൻ്റെ താഴെ ഇരിക്കുക, എന്നിട്ട് വിഷ്വലൈസേഷൻ ആണ് മസ്റ്റ്. ആ എനർജി നമ്മളുടെ ടോപ്പിലേക്ക് ഹെഡിലേക്ക് വന്ന് ഫുൾ ബോഡി കവർ ചെയ്ത് നമ്മളെ പൂർണ്ണമായിട്ടും ക്ലെൻസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ആ എനർജി ഒബ്സർവ് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി. അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, ഇപ്പം പുറത്തൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ടെറസിൽ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് അകത്തിരുന്ന് ഈ ഫുൾ മൂൺ ഡേയിൽ 3 days ഒരു 15 minutes മെഡിറ്റേഷൻ മോഡിൽ പോയി വിഷ്വലൈസേഷൻ ചെയ്താൽ മതി. നല്ലതാണ്. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, പിന്നെ PCOD ഉള്ളവർക്ക്, ആൻസൈറ്റി ഡിപ്രഷൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലേ അവരുടെ മെൻസ്ട്രുവൽ സൈക്കിൾ ഇത് പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ്. നമ്മൾ ക്രിസ്റ്റൽസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മെഡിറ്റേഷൻ ഹീലിംഗ് എനർജിയാണ്, റേക്കിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. റേക്കി അപ്പം റേക്കി പഠിച്ച വ്യക്തി എന്ന നിലയിൽ പിന്നെ ഇത്രയും പേർക്ക് ഹീലിംഗ് എത്തിച്ച് അതിന് ദീക്ഷ കൊടുക്കുകയും അവർ ഹീലിംഗ് ഒക്കെ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് നിരഞ്ജനയുടെ ജീവിതം എങ്ങനെയാണ് മാറിയത്? എൻ്റെ ജീവിത സ്റ്റോറി പറയുകയാണെങ്കിൽ ചേച്ചി അതൊരു വലിയ മിറാക്കിളാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എനിക്ക് ഓരോ വർഷം എനിക്ക് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ലൈഫിൽ എന്തായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാനൊരു സ്പിരിച്വൽ എക്സലൻസ് അവാർഡ് വാങ്ങാൻ പോവാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് കലാകൗമുദിയുടെയാണ് സ്പിരിച്വൽ എക്സലൻസ് ഈ വർഷത്തെ അവാർഡ്. അതിന് മുമ്പ് എനിക്കൊരു സ്പിരിച്വൽ എക്സലൻസ് അവാർഡ് ഈ വർഷം കിട്ടിയിരുന്നു മറ്റൊരു ചാനലിൻ്റെ. അവാർഡുകൾ കൊണ്ട് നിറയട്ടെ. അത് ഞാൻ കാണുന്നത് റേക്കിക്ക് കിട്ടുന്ന അംഗീകാരമായിട്ടാണ്. കാരണം ഞാൻ എവിടെയോ ഒരു സിവിൽ സർവീസൊക്കെ എഴുതി അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് PhD എന്തെങ്കിലും എടുത്ത് എവിടെയോ ഇരിക്കേണ്ട എന്നെ സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസ്സിൽ നിന്നാണ് ഞാൻ റേക്കിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടുന്ന് റേക്കിയാണ് എന്നെ ചൂസ് ചെയ്ത് ഇന്ന് ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. പിന്നെ റേക്കിയെ കുറിച്ചിട്ട് ഒരുപാട് പലർക്കും പല അറിവുകളും തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. അപ്പം അതെല്ലാം എനിക്കാവുന്ന വിധത്തിൽ മാറ്റാം, അല്ലെങ്കിൽ അവെയർനെസ് കൊടുക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും റേക്കി എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ അത് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നം പറയുന്നത്. അത് ഇപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ അത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോയതാണെന്ന് പലർക്കും അറിയില്ല. ഭാരതമാണ് അതിൻ്റെ ബേസ്. ടിബറ്റിലായിരുന്നു. പിന്നെ ലോട്ടസ് താളിയോല ഗ്രന്ഥത്തിൽ നിന്നൊക്കെയാണ് അത് അദ്ദേഹം തിരിച്ച് എടുക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇതിനെ മോഡിഫൈ ചെയ്തെടുത്തത്. അതൊരുപാട് പേർക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവന്നു. എൻ്റെ ലൈഫ് അതിന് എക്സാമ്പിളാണ്. ഇന്ന് ഓട്ടോബയോഗ്രഫി എഴുതത്തക്ക രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറ്റിയത് അതാണ്. ഞാനൊരു വലിയ ട്രോമ സ്റ്റേജിലൂടെ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരുന്നു എനിക്ക്. ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കും പേരൻസ് ആയിരിക്കും. അല്ല, എൻ്റെ പേരൻസ് അല്ല. വേറൊരു ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവർ പലരും പറഞ്ഞു എൻ്റെ പേരൻസ് ആയിരിക്കും എന്ന്. പേരൻസ് അല്ല, എന്നാൽ ഫാമിലി സൊസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്. 23 വർഷം ചേച്ചി ഞാൻ ചിരിക്കാൻ മറന്നുപോയ ഒരാളാണ്. എൻ്റെ ചിരി ഫേക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് സന്തോഷം അല്ലെ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അത് ഇല്ല. അപ്പം ഈ ഒരു ജന്മം ഇനി പിന്നെ ഞാൻ എന്തുകൊണ്ട് ജീവിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസണാണ്. എൻ്റെ പേരൻസ്, 1 പേരൻസ് ആയിരുന്നു, 2 ഈ ലൈഫിൽ അനുഭവിക്കാനെല്ലാം അനുഭവിച്ചു.
ഇനി ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ കടന്നു അത് സ്ട്രഗിൾ അന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇന്നിപ്പം നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്, അന്നെന്ന് പറയുന്നത് എന്നെ കേൾക്കാനേ ഒരാളില്ല. ഞാൻ എൻ്റെ റൂമിനകത്ത് കയറി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ എന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. കേൾക്കാൻ ഒരാളില്ല, നമുക്ക് സങ്കടം പറയാൻ ഒരാളില്ല. പുറത്തുനിന്ന് എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 23 വർഷത്തോളം അങ്ങനെ ലൈഫിൽ ഇതായിരുന്നു. പിന്നീട് എല്ലാ തരത്തിലും ഇങ്ങനെ ഒരു ഡൗൺ സ്റ്റേജിൽ പോയി. ലൈഫ് വന്നൊരു ഫുൾ സ്റ്റോപ്പ്. ഡൗട്ട് അല്ലെ സെൽഫ് ലവ് ഇല്ലാതെ പോയ ഒരു കാലഘട്ടം അതാണ്. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ഡൗട്ട് എന്തൊക്കെയാണ് എന്ന് പറയാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ട്രിഗർ ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതൊരു വലിയ ട്രോമ സ്റ്റേജിലേക്ക് ആയിപ്പോയി. അവിടുന്ന് പിന്നെ ഒരു പോയിന്റിൽ ഒരു 5 വർഷം ട്രോമയായിരുന്നു. എന്നാൽ ഞാൻ മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ സൈക്കാട്രിക് മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല. സജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ അല്ലാതൊക്കെ തന്നെ ഒന്ന് ഓവർകം ചെയ്ത് പയ്യെ വന്ന സമയത്താണ് സിവിൽ സർവീസിന് പിന്നെ ആഗ്രഹം തോന്നി കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ഒരു കുട്ടീനെ പരിചയപ്പെടുന്നത്. എനിക്ക് ആ സമയത്ത് വീണ്ടും കോവിഡ് വന്നു, സെക്കൻഡ് വേവ്. കോവിഡ് വന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു. അതിനെടുത്ത മെഡിസിന് വീണ്ടും റിയാക്ഷനായി, റീനൽ ഇൻഫെക്ഷനായി. അപ്പോൾ അവിടുന്ന് ആ റീനൽ ഇൻഫെക്ഷൻ ടൈമിൽ ബയോപ്സി ചെയ്യേണ്ടി വന്നു, റീനൽ ബയോപ്സി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഏകദേശം ലൈഫ് എൻഡായി എന്നൊരു സിറ്റുവേഷൻ. തീർന്നു. ഒരു 33 ഇയേഴ്സ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. 4 പ്രാവശ്യം മരണത്തെ മുമ്പിൽ കണ്ട് വെൽക്കം ചെയ്ത ആളാണ് ഞാൻ. ലാസ്റ്റ് ടൈമിലൊക്കെ ഞാൻ തീരുമാനിച്ചു നോക്കി, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ലൈഫ് കഴിഞ്ഞു, പോവാണ് തിരിച്ചെന്നൊക്കെയുള്ള ഒരു അക്സെപ്റ്റൻസിലേക്കൊക്കെ വന്നിരുന്നു. അവിടുന്നാണ് റേക്കി ഹീലിംഗ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അവളൊരു 3 ദിവസം ഹീൽ ചെയ്യുന്നു. പിന്നീട് അത് എനിക്ക് വളരെയധികം മാറ്റം കൊണ്ടുവരുന്നു. ഒരു എനർജി ഫീൽ ഉണ്ടാവുന്നു, കൂടുതൽ അറിയുന്നു. മാറ്റം കണ്ടതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെ അത് പഠിക്കുന്നു. പിന്നെ ഈ ഒരു മാസ്റ്ററുടെ അടുത്ത് പഠിച്ചതിന് ശേഷം വേറെ 3-4 പേരുടെ അടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പഠിക്കാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടുണ്ടായ മാറ്റം എന്താണ്? ആദ്യം ഞാൻ ഒരു വിനു മാഷിൻ്റെ അടുത്തു നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 1st, 2nd, 3rd പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ക്രിസ്റ്റൽ ഹീലിങ്ങിലോട്ട് ഇപ്പോൾ ഈ റേക്കി കണക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ കണക്റ്റായി വന്നു. ടാരോ കണക്റ്റായിട്ട് വന്നു. ടാരോ കണക്ട് ഇപ്പോൾ ഈ ചക്രാസിനെ കുറിച്ചിട്ടും ഓറയെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, എനർജി ഫീൽഡിനെ കുറിച്ച്. അങ്ങനെ ടാരോ അറിയുന്നു. ടാരോ പഠിപ്പിക്കുന്ന മാസ്റ്റർ ക്രിസ്റ്റൽ ഹീലിംഗ് പഠിപ്പിക്കണം, എനിക്ക് ക്രിസ്റ്റലിനെ കുറിച്ച് കൂടുതൽ അറിവ് വേണമെന്ന് തോന്നി. അങ്ങനെയാണ് ആ പുള്ളിക്കാരിയെ കണക്ട് ചെയ്യുന്നത്. അതപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു റേക്കി പഠിക്കുന്നവരെ ക്രിസ്റ്റൽ ഹീലിംഗും കൂടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോഴ്സിന് ജോയിൻ ചെയ്തത്. പിന്നീട് എനിക്ക് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ടീച്ചർഷിപ്പ് എടുക്കണമെന്ന് വന്നു. അപ്പോൾ മാസ്റ്റർ ടീച്ചർ എടുക്കണമെന്ന് വന്നു. അപ്പോൾ ആ മാസ്റ്റർ ടീച്ചർഷിപ്പ് എടുക്കാൻ എനിക്ക് മറ്റ് 2 മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊന്നും പറ്റിയില്ല. ആ സമയത്ത് നിയോഗം അതായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അന്നമ്മ മാമിനെ പരിചയപ്പെട്ടത്. ഡോക്ടർ അന്നമ്മ തോമസ്. പുള്ളിക്കാരി ICRT ലീനേജിലാണ് പഠിപ്പിക്കുന്നത്. അതായത് ഡയറക്റ്റ് ഉസൂയി മാസ്റ്ററുടെ ലീനേജാണ് ഈ ICRT വരുന്നത്. അത് US-ലാണ് അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഉള്ളത് അവിടെ. അപ്പോൾ അവിടുന്ന് അന്നമ്മ മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാം ഏറ്റവും നന്നായി പഠിക്കണം, ഏറ്റവും യുണീക്കായിട്ട് ചെയ്യണം, ഒരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ അന്നമ്മ മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അന്നമ്മ മാമാണ് ശ്രീദേവി മാമിലേക്ക് എത്തിക്കുന്നത്. ശ്രീദേവി മാമാണ് എനിക്ക് ശരിക്കും എൻ്റെ റേക്കിയുടെ മാസ്റ്റർ ടീച്ചർ. പുള്ളിക്കാരിയുടെ അടുത്തു നിന്നാണ് പഠിക്കുന്നത്. അല്ല, 3rd ലെവൽ വരെ ഞാൻ വിനുമാഷിൻ്റെ അടുത്തുനിന്ന് പഠിച്ചിരുന്നു, മറ്റു മാസ്റ്റേഴ്സിൻ്റെ അടുത്തും പഠിച്ചു. പക്ഷെ ടീച്ചർഷിപ്പ് ശ്രീദേവി മാമിൻ്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. പക്ഷെ അവിടെ ഞാൻ ഏറ്റവും ടീച്ചർ എന്ന് പറയുന്നത് 3rd B ലെവൽ A വരെയാണ് മറ്റുള്ള അടുത്തുനിന്ന് പഠിച്ചത്. പക്ഷെ ശ്രീദേവി മാം ആയിരുന്നു എൻ്റെ ശരിക്കും എന്നെ ഗുരുവാക്കിയത് ശ്രീദേവി മാമാണ്. അപ്പോൾ ICRT ആണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തത്. ആ ഒരു ലീനേജിൽ പഠിക്കണം എന്നുള്ളത്. 4 പേരുടെ അടുത്തു നിന്ന് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരാൾ മോശമല്ല എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ദീക്ഷ കിട്ടിയതാണ്. ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ബാക്കി എല്ലായിടത്തു നിന്നും പഠിച്ചത്. പക്ഷേ ടീച്ചർഷിപ്പ് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ടീച്ചർഷിപ്പ് 10 ദിവസം ടീച്ചറിൻ്റെ അടുത്ത് പോയി നിന്നാണ് പഠിച്ചത്. അവിടെ ഗുരുകുല വിദ്യാഭ്യാസമാണത്. അത് ഒരു ക്രൈറ്റീരിയ ആണത്. വെച്ചാൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. മീൻസ് ഓൺലൈനിലൊന്നും പഠിക്കാൻ പറ്റില്ല. അത് ടീച്ചറാവുമല്ലേ, അതിനൊരുപാട് കാര്യങ്ങൾ
ചെയ്യാനുണ്ട്, കടമ്പകൾ കടക്കാനുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആവണം, ഒരുപാട് പേരെ ഹീൽ ചെയ്യണം, നമ്മൾ സെൽഫായിട്ട് ഒരുപാട് ഹീൽ ചെയ്യണം. അവിടെ എനിക്ക് ഏറ്റവും വലിയൊരു മിറാക്കിൾ സംഭവിച്ചത് ചേച്ചി, ഞാൻ മറ്റുള്ള മാസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ എനിക്ക് ലഭിക്കാതെ വന്ന സമയത്ത് എനിക്ക് കുറച്ച് വിഷമം വന്നിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരതല്ല, എനിക്കതിലോട്ട് എത്തപ്പെടാൻ പറ്റാതെ വന്നു. അങ്ങനെ ഞാൻ റേക്കിയോട് തന്നെ ചോദിച്ചു, എൻ്റെ റേക്കി എനിക്കിതിനുള്ള യോഗ ഇല്ലേ എന്ന് ചോദിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അന്നമ്മ മാമിൻ്റെ നമ്പർ കിട്ടുന്നത്. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഗുരുതുല്യനായിട്ടുള്ള അദ്ദേഹമാണ് ഇത് എൻ്റെ വിഷമം കണ്ട് ഇത് അയച്ചു തരുന്നത്. US അദ്ദേഹം അയച്ചു തരുന്നത്. ഞാൻ കോണ്ടാക്ട് ചെയ്തു. അന്നമ്മ കോൾ എടുത്തു. അന്നമ്മ നല്ല ഏജുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ശരിക്കും കൂടെ ഒരാളുള്ളതാണ്, അസിസ്റ്റൻ്റ്. ചേച്ചിയല്ല അന്ന് ഫോൺ എടുത്തേ. അന്നമ്മ ഫോൺ എടുത്തു. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. എൻ്റെ ആവശ്യം ആദ്യം ടാരോ റീഡിങ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ റേക്കി പഠിപ്പിക്കാനായിരുന്നു. എല്ലാ കാര്യങ്ങളും കേട്ടു. അങ്ങനെയാണ് ശ്രീദേവി മാമിനെ കണക്ട് ചെയ്യുന്നായിരുന്നത്. പക്ഷേ ശ്രീദേവി മാമിൻ്റെ അടുത്ത് ചെന്നു, 3rd ലെവൽ കിട്ടി. 3rd ലെവലും മാം എനിക്ക് തന്നു. 4th ലെവലിന് അന്ന് 4 മാസ്റ്റർ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നെ ടീച്ചറാക്കാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവി മാം പറയുന്നത്, നിരഞ്ജന, സാധാരണ സാർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടാവും, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നിരഞ്ജനയുടെ ടീച്ചർഷിപ്പിന് 4 മാസ്റ്റർ ടീച്ചേഴ്സ് നിന്ന് ഒരാളെ ടീച്ചറാക്കുന്നത്. അതായത് നമ്മുടെ അറ്റ്യൂൺമെൻറ്റ് റൂമിൽ ടീച്ചറും സ്റ്റുഡൻറ്റും മാത്രമേ ഉള്ളൂ. വേറൊരാളെ നമുക്ക് ഈവൻ ആ ടീച്ചർഷിപ്പ് എടുക്കാത്ത റേക്കി ചാനൽസിനെ പോലും നിർത്തില്ല. പക്ഷെ അന്ന് അവിടെ അതിന് ബാക്കിൽ ശ്രീദേവി മാമാണ് എന്നെ ടീച്ചറാക്കുന്നത്. ബാക്കിൽ 3 ടീച്ചേഴ്സ് ഇങ്ങനെ ഒരേപോലെ എനർജി പാസ് ചെയ്ത് ബ്ലെസ്സിങ്സ് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ലൈഫിലൊരു വലിയ മാറ്റമായിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ ആ വിഷമിച്ച് പറഞ്ഞത് റേക്കിയുടെ അടുത്താണ്. എന്താ റേക്കി എനിക്ക് യോഗ ഇല്ലെന്ന് വെച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് അത് 4 പേരെടുത്തു. 2 പേരെടുത്തു എന്ന് എനിക്ക് കിട്ടാതെ വന്നിടത്ത് 2ന് 4 എനിക്ക് മതിയാവോളം കിട്ടി. ഓ അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റേക്കി പഠിക്കുന്ന എല്ലാവരും റേക്കി ചാനൽസ് ആവുന്നില്ല, റേക്കി പഠിപ്പിക്കുന്ന എല്ലാവരും റേക്കി ഗുരുക്കന്മാരും ആകുന്നില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് അതിലേക്ക് എത്തുന്നത്, അതിലേക്ക് എത്തപ്പെടുകയാണ്. ഒന്നല്ല, 1 ലക്ഷത്തിൽ ഒരാളാണ് ഒരു പ്രോപ്പർ ഗുരു എന്നാണ് പറയുന്നത്. ആ ഗുരുവിന് പുനർജന്മം ഇല്ല എന്നുമാണ് പറയുന്നത്. അവർ മോക്ഷത്തിലേക്ക് എത്തും എന്നുമാണ് പറയുന്നത്, റേക്കിയിൽ പറയുന്നത്. അപ്പം ഞാൻ അല്ല, അതിലേക്ക് എത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കർമ്മ ഏറ്റവും നന്നായിട്ട് ചെയ്തു വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.